السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. نحن خلقناكم وشددنا أسرهم وإذا شئنا بدلنا أمثالهم تبديلا. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രഭാതത്തിന് രണ്ട് തുടക്കങ്ങളുണ്ടെന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിച്ചിരിക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇന്നത്തെ പ്രഭാതം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. രണ്ടിലൊരു തുടക്കം മനുഷ്യന്റെ ഓരോ പ്രഭാതത്തെയും തുടങ്ങുന്നു എന്നാണ് നബി സ്വല്ലല്ലാഹു നമ്മെ അറിയിക്കുന്നത്. ഒന്ന്, മനസ്സിന് സന്തോഷവും ആഹ്ലാദവും നൽകുന്ന സമാധാനത്തിന്റെ ഉന്മേഷങ്ങൾ നിറഞ്ഞ ഒരു പ്രഭാതം. എല്ലാം അനുകൂലമായ ചിന്തകൾ കൊണ്ട് മാത്രം ആരംഭിക്കുന്ന, അലസമല്ലാത്ത, മടിയില്ലാത്ത ഒരു സമാരംഭം. രണ്ടാമത്തെ പ്രഭാതം കെസ്ലാൻ, മടിയനായി എന്താണോ ആ പ്രഭാതത്തിൽ അല്ലെങ്കിൽ ആ ദിവസത്തിൽ നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും സങ്കീർണമായ കാര്യം ഏതാണോ, അന്നു നേരം പുലരുന്നത് തന്നെ നമുക്ക് ഏറ്റവും ഭയാനകമായി തോന്നുന്നത് എന്തിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണോ, അത്തരം മാരകമായ ഒരു ആലോചന നമ്മുടെ മനസ്സിന് തന്നുകൊണ്ട് വീണ്ടും ഒന്നുകൂടെ കിടക്കാം എന്ന ഒരു അലസമായ മാനസികാവസ്ഥയിൽ പ്രഭാതമാകുന്ന മറ്റൊരു പ്രഭാതത്തെക്കുറിച്ചാണ് നബി തിരുമേനി വിശദീകരിച്ചത്. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഇത്തരം ഒരു ക്യാമ്പിൽ സന്നിഹിതരായതുകൊണ്ട് തന്നെ ഇന്നലെ വൈകി ഉറങ്ങിയിട്ടും യഥാർത്ഥത്തിൽ വളരെ നല്ല ഒരു മാനസികാവസ്ഥയോടുകൂടി അള്ളാഹുവിനെ സ്മരിച്ചും ഒളുവെടുത്തും നമസ്കരിച്ചും കൊണ്ട് ആരംഭിച്ച ഈ പ്രഭാതത്തിൽ നിങ്ങളെല്ലാവരും ആ മാനസികമായ സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ഒരു പ്രഭാതമാണ് ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന ആ സന്തോഷത്തോടുകൂടെ തന്നെയാണ് എൻ്റെ ഏതാനും ചില വാക്കുകൾ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തെക്കുറിച്ചും ജീവിതത്തിനപ്പുറത്ത് അതിവിശാലമായി മരണമില്ലാതെ അനന്തമായി കിടക്കുന്ന ജീവിതത്തെക്കുറിച്ചും പലപ്പോഴും നമ്മൾ ആലോചിച്ചിട്ടുണ്ടാവും. എങ്കിലും വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമെന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ചും നമുക്ക് കിട്ടിയ ഈ വിശാലമായ അവസരത്തിൽ അതിന് പ്രത്യേകമായ പ്രാധാന്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ബന്ധപ്പെടുന്ന എന്തൊരു കാര്യമായിരുന്നാലും അവിടെയെല്ലാം അപൂർണത നാം ദർശിക്കാറുണ്ട്. പഴങ്ങൾ വിൽക്കുന്ന ഒരു കടയിൽ നിന്നും 1 കിലോ പഴം നമ്മൾ വാങ്ങിച്ചാൽ ഒരുപക്ഷെ ഏറ്റവും നന്നായി ഉപയോഗിക്കാൻ പറ്റുന്ന 1, 2, 3, 4 എണ്ണം മാത്രമേ ചിലപ്പോൾ നമുക്ക് കണ്ടെത്താനാവൂ. ജീവിതത്തിൽ എന്തൊരു ചെറിയ അന്വേഷണത്തിലും ഈ അപൂർണത അനുഭവിച്ചവരാണ് നമ്മളെല്ലാവരും. ഒരു പുതിയ കോഴ്സിനെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുമ്പോൾ
ഓരോന്നിനും അതിൻ്റെതായ ഗുണങ്ങളുണ്ടെങ്കിലും ദോഷത്തിന്റെ വശങ്ങളെ നമുക്ക് കണ്ടെത്തുവാൻ പറ്റും. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം ഇങ്ങനെയാണ്. പൂർണ്ണതയുണ്ടെന്ന് നാം പലപ്പോഴും പലരെക്കുറിച്ചും ധരിക്കുമ്പോഴെല്ലാം അവിടെയെല്ലാം അപൂർണതയുണ്ട്. ഞാൻ ഭൗതികമായ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. പലപ്പോഴും ഏതു തലങ്ങളിലും മഹോന്നതരായി നമ്മൾ കാണുന്ന സാമ്പത്തിക രംഗത്തോ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളിലോ മറ്റേതു തലങ്ങളിലും ഉന്നതന്മാരായി കാണുന്നവരുടെ ജീവിതത്തെ ഉള്ളിലേക്കിറങ്ങി പരിശോധിക്കുമ്പോൾ അവിടെയെല്ലാം അപൂർണതയുടെയും ദുഃഖത്തിന്റെയും വിഷമത്തിന്റെയും കഥകൾ പറയാനുണ്ടാവും. വളരെ പ്രഗത്ഭനായ ഒരു രാഷ്ട്രീയ നേതാവിനെ കുറിച്ച് അവലോകനം ചെയ്യപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ദോഷവശങ്ങളെ കുറിച്ചല്ല, ഭൗതികമായ ജീവിത സാഹചര്യങ്ങളെ കുറിച്ച് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് യഥാർത്ഥത്തിൽ രാവിലെയും വൈകുന്നേരവും പ്രമേഹത്തിനുള്ള ഇൻസുലിൻ എടുത്തിട്ടാണ് ഓരോ ദിവസവും ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും. രോഗങ്ങളും മറ്റു ജീവിത പ്രശ്നങ്ങളും മനുഷ്യ ജീവിതത്തെ അപൂർണമാക്കുന്നു. കേരളത്തിലെ ഏറ്റവും അധികം രോഗികളുള്ള ഒരു മാനസിക രോഗ ആശുപത്രി സന്ദർശിച്ചപ്പോൾ വ്യത്യസ്തമായ സെല്ലുകളിൽ പാർപ്പിച്ച വ്യത്യസ്തമായ തലത്തിലുള്ള രോഗികളെ കാണുമ്പോൾ ജീവിതത്തിൽ തൻ്റെ കുടുംബം എത്ര സാമ്പത്തികമായി ഉയർന്നാലും മറ്റു ജീവിത സാഹചര്യങ്ങൾ ഏറെ ഉണ്ടായിരുന്നാലും മുഖത്ത് നോക്കുമ്പോൾ ഏറ്റവും നല്ല ആകർഷണീയമായ ഒരു മുഖത്തിന്റെ ഉടമസ്ഥനാകണമെങ്കിലും നമ്മുടെ ബുദ്ധിക്ക് ചെറിയൊരു തകരാറ് പറ്റിയാൽ പിന്നെ എന്താണ് ജീവിതത്തിന് അർത്ഥമുള്ളത്? ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ നിങ്ങൾ. മണിക്കൂർ ഇടവിട്ടുകൊണ്ട് മരുന്ന് കഴിക്കുന്നവർ, അല്ലെങ്കിൽ ജീവിതത്തിൽ എപ്പോഴും പ്രതിസന്ധികളെയും രോഗങ്ങളെയും ഏറ്റുവാങ്ങുന്നവർ, അതല്ലെങ്കിൽ ജീവിതത്തിന്റെ ഏതെങ്കിലും സാഹചര്യത്തിൽ വന്നു ചേർന്ന തന്റെ മരണം വരേക്കും പരിഹരിക്കാനാവാത്ത സാമ്പത്തികമായ പ്രതിസന്ധി, അല്ലെങ്കിൽ ജീവിത വൈകല്യങ്ങൾ, ഇങ്ങനെ ഏതെങ്കിലും തലത്തിൽ ഒരു അപൂർണത മനുഷ്യ ജീവിതത്തിന്റെ പ്രത്യേകതയാണ്. സഹോദരങ്ങളെ, ഈ അപൂർണതയാണ് പൂർണ്ണമായ ഒരു ജീവിതത്തെ അന്വേഷിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. മരണം വരെ പ്രതീക്ഷകളിലൂടെ കടന്നുപോയിട്ടും എവിടെയെങ്കിലും പൂർണ്ണ സമാധാനത്തോടുകൂടെ കാലുകൾ ചവിട്ടി നിൽക്കാനുള്ള ഒരു തുരുത്തു കണ്ടെത്താത്ത അപൂർണമായ ഒരവസ്ഥ മനുഷ്യ ജീവിതത്തിനുണ്ട്. ഒരു പക്ഷേ നമുക്കത് അറിയാൻ സാധിക്കാത്തത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഇന്ന് ഈ നിമിഷം നമ്മുടെ ജീവിതത്തിൽ ഒരു സ്വപ്നമുണ്ട്. അതിലേക്ക് ഒരു 5 വർഷമോ 4 വർഷമോ 3 വർഷമോ ഉണ്ടാകാം. ആ സ്വപ്നത്തിന്റെ തുരുത്തിൽ യഥാർത്ഥത്തിൽ പൂർണ്ണമായ ഒരു ജീവിതം ഞാൻ അനുഭവിക്കുമെന്ന് ഞാനും നിങ്ങളും വിശ്വസിക്കുന്നു. പക്ഷേ അവിടെ എത്തി നാം നിൽപ്പുറപ്പിച്ചു കഴിഞ്ഞാൽ നാം മനസ്സിലാക്കുന്നു, ഇവിടെ എന്റെ ജീവിതത്തിന്റെ പൂർണ്ണത സാക്ഷാത്കരിക്കപ്പെടുന്നില്ല. ഇനിയും ഞാൻ ഒരു 5 കൊല്ലം കൂടെ നടന്നാൽ, ഒരു 10 കൊല്ലം കൂടെ നടന്നാൽ എനിക്ക് യഥാർത്ഥത്തിൽ ജീവിതത്തിന്റെ സമാധാനമായ ഒരു തുരുത്തിലെത്താൻ പറ്റുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നാം ജീവിതത്തിന്റെ അപൂർണം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. അപൂർണമായ ഒരു ജീവിതത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനാവുന്നില്ല. പലപ്പോഴും തന്റെ ജീവിതത്തിന്റെ അപൂർണത മനസ്സിലാക്കാൻ പറ്റുന്നത് 80ഉം 90ഉം വയസ്സുകൾ പിന്നിട്ട് വാർദ്ധക്യം എല്ലാം തളർത്തിക്കഴിയുമ്പോൾ ഇനി എന്നാണ് എനിക്ക് ആ പൂർണ്ണത ലഭിക്കുക എന്ന് ചിന്തിക്കുമ്പോഴാണ് മരണത്തിന് ഇപ്പുറത്ത് അങ്ങനെ ഒരു പൂർണ്ണത ഇല്ല എന്ന് മനസ്സിലാകുക. സഹോദരങ്ങളെ, നാളെ പരലോകത്ത് അതിവിശാലമായ സ്വർഗത്തിൽ അവിടുത്തെ മനോഹരമായ സ്വാദിഷ്ടമായ പഴങ്ങൾ നൽകുമ്പോൾ മനുഷ്യൻ പറയുന്ന ഒരു പ്രസ്താവന സൂറത്തുൽ ബഖറയിലുണ്ട്. കുല്ലമാ റുസ്ഖൂ മിൻഹാ മിൻ തമറത്തിൻ റിസ്ഖാ ഖാലൂ ഹാദല്ലദീ റുസ്ഖനാ മിൻ ഖബൽ. സ്വർഗത്തിലെ പഴങ്ങൾ കൊടുക്കുമ്പോൾ മനുഷ്യൻ പറയണം, ഇത് കിട്ടിയതാണല്ലോ, ഇത് മുമ്പ് അനുഭവിച്ചതാണല്ലോ എന്നാണ്. ഭൗതിക ജീവിതത്തിൽ തങ്ങൾ അനുഭവിച്ച പഴങ്ങളെ കുറിച്ചാണ് മനുഷ്യൻ പറയുന്നത്. അപ്പൊ അള്ളാഹു പറയുന്നത്, വലഹും ഫീഹാ അസ്വാജും മുതഹ്ഹറ വഹും ഫീഹാ ഖാലിദൂൻ. അത് ഇതിന് സാദൃശ്യമുള്ള പഴങ്ങൾ മാത്രമായിരുന്നു എന്നാണ്. ഭൗതിക ജീവിതത്തിൽ മനുഷ്യൻ യഥാർത്ഥത്തിൽ പൂർണ്ണമായി ഒരു പഴത്തിന്റെ രുചി പോലും അറിയുന്നില്ല എന്നാണ്. അത് ലഭിക്കുന്നത് ആ ജീവിതത്തിലാണ്. ജീവിതത്തിന്റെ സമ്പൂർണത എല്ലാ അർത്ഥത്തിലും നാം ഭക്ഷണം കഴിക്കുന്നതിന്റെ പൂർണ്ണമായ ആസ്വാദനം അത് ഈ ഭൂമിയിൽ അനുഭവിക്കാൻ സാധ്യമല്ല എന്നാണ്. നാം കഴിച്ചു വെച്ച ഭക്ഷണത്തിൽ എവിടെയെങ്കിലും ഒരു അപൂർണത ചൂണ്ടിക്കാണിക്കാൻ പറ്റും. നിങ്ങൾ ഡ്രസ്സ് ചെയ്യുന്ന താമസിക്കുന്ന ബെഡ്റൂം ഉണ്ടല്ലോ, അതിന്റെ ആങ്കറിൽ തൂങ്ങിക്കിടക്കുന്നുണ്ട് നിങ്ങളുടെ പാൻസുകളും ഷർട്ടുകളും വസ്ത്രങ്ങളും ഒക്കെ. നിങ്ങൾ അതിലൊന്ന് സൂക്ഷ്മമായി പരിശോധിക്കൂ. പൂർണ്ണ സംതൃപ്തി എന്ന് പറയാൻ പറ്റുന്ന ഒരു വസ്ത്രമായി എടുക്കാൻ വേണ്ടി പറഞ്ഞാൽ 10ഓ 20ഓ ഡ്രസ്സുകൾ ഉണ്ടെങ്കിൽ ഒന്നേ ഉണ്ടാവുള്ളൂ.
ആ ഒന്നു തന്നെ പൂർണ്ണമാകുന്നത് അതിനേക്കാളും പൂർണ്ണമായ ഒന്ന് നമ്മൾ വാങ്ങിക്കുന്നത് വരെ മാത്രം. ജീവിതത്തിൽ എന്തും ഇങ്ങനെ, നമ്മുടെ ജോലി, നമ്മുടെ അനുഭവങ്ങൾ, വിവാഹം, നമ്മുടെ സന്താനങ്ങൾ, എവിടെയും ഒരപൂർണത നമുക്ക് ദർശിക്കാൻ പറ്റും. ഈ പൂർണ്ണത നമുക്ക് ലഭിക്കുന്നത് മരണത്തിനപ്പുറത്തുള്ള സ്വർഗത്തിലാണ്. അതുകൊണ്ട് ഖുർആൻ തന്നെ പറയുന്നു ലഹിയൽ ഹയവാൻ, അതാണ് ജീവിതം. സ്വർഗം എന്ന് പറയുന്നതാണ് യഥാർത്ഥ ജീവിതം. ഇവിടെയുള്ള ജീവിതത്തിൽ ആ പൂർണ്ണത മനുഷ്യന് അനുഭവിക്കാൻ പറ്റൂല എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ അറിയിക്കുന്നത്. ദാറുൽ മുഖാമ, സ്ഥിരതാമസത്തിന്റെ ഭവനം, ഒരിക്കലും ഇറങ്ങിപ്പോകാൻ പറയാത്ത, ഒരിക്കലും നമ്മുടേതല്ലാതായി മാറാത്ത വീട്. എനിക്കൊരു വീടുണ്ട്, ഞാനാണ് ആ വീട് നിർമ്മിച്ചത്, ഞാനാണ് ആ വീടിന് സ്ഥലം വാങ്ങിച്ചത്. പക്ഷേ എൻ്റെ മക്കൾ വളരുമ്പോൾ വളർന്നു വലുതായി വരുമ്പോൾ ഞാൻ അവരെ ആശ്രയിക്കേണ്ടി വരുമ്പോൾ വീടിന്റെ ഉടമസ്ഥനല്ലാതാവുന്നു. സ്വാഭാവികമായി ഞാൻ എൻ്റെ വീടിന്റെ ഉടമസ്ഥനല്ലാതായി മാറും. ഞാൻ മരിക്കേണ്ടതില്ല. മക്കൾ കൈകാര്യകർത്തങ്ങൾ ഏറ്റെടുക്കുമ്പോൾ തീർച്ചയായും അവിടെ ഒരു അന്യതാബോധം, വാർദ്ധക്യം വരുമ്പോൾ എന്നിൽ സൃഷ്ടിക്കും. എവിടെയും സഹോദരങ്ങളെ ഈ അപൂർണതയുണ്ട്. എന്നാൽ ദാറുസ്സലാം, സമാധാനത്തിന്റെ ഭവനം, ദാറുൽ ഹുൽദ്, സ്ഥിരതാമസത്തിന്റെ ഭവനം, ദാറുൽ മുഖാമ, സ്ഥിരമായി താമസിക്കാൻ പറ്റുന്ന, ഒരിക്കലും അന്യമാവാത്ത, ഒരിക്കലും അവസാനിക്കാത്ത സമ്പൂർണമായ ഒരു ജീവിതം മനുഷ്യനുണ്ട്. അതറിയുമ്പോൾ, അതിലേക്ക് വേണ്ടി പ്രയത്നിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകും, നമുക്ക് ഉന്മേഷമുണ്ടാവും, ആവേശമുണ്ടാവും. ഏത് രോഗങ്ങൾക്ക് നമ്മെ തളർത്താനാവില്ല, ജീവിതത്തിന്റെ ഒരു അപൂർണതക്കും നമ്മൾ അവസാനിപ്പിക്കാൻ പറ്റൂല. മരണത്തെപ്പോലും അതിജീവിക്കാൻ അതിന് കഴിയും. കാരണം മരണം യഥാർത്ഥത്തിൽ സമ്പൂർണമായ ജീവിതത്തിലേക്കുള്ള ഒരു കവാടം മാത്രമാണ്. പിന്നെ എന്തിനാണ് നമ്മൾ നിരാശപ്പെടുന്നത്? മരണത്തിന്റെ മുമ്പിൽ എല്ലാവരും മ്ലാനതയോടുകൂടെ നിൽക്കുമ്പോൾ, നമ്മുടെ മക്കളും പേരമക്കളും സുഹൃത്തുക്കളും എല്ലാം മ്ലാനവദനരായി നിൽക്കുമ്പോൾ നമ്മൾ മാത്രം സന്തോഷത്തോടെ കിടക്കും, ഒരു നിരാശയുമില്ലാതെ. യുവത്വത്തിലോ അല്ലെങ്കിൽ വീട്ടുമുറ്റത്ത് ഓടിക്കളിക്കുമ്പോഴോ ഇല്ലാത്ത സന്തോഷവും ആവേശവും നമുക്ക് അനുഭവപ്പെടുന്നതാണ്. ഒരു 70 വയസ്സായ ഒരാൾ, പക്ഷെ 70 വയസ്സെത്തിയെങ്കിലും അയാൾക്ക് വാർദ്ധക്യത്തിന്റെ അവശതകൾ തുടങ്ങിയിട്ടില്ല. അങ്ങനത്തെ ഒരു മനുഷ്യൻ, പക്ഷെ പെട്ടെന്ന് അയാൾ രോഗിയായി. ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത വിധം മരണത്തിലേക്ക് പോവുകയാണെന്ന് അയാൾ അറിയുന്നത് ഒരൊറ്റ ദിവസം കൊണ്ടാണ്. തലേന്നുറങ്ങുമ്പോൾ അയാൾ രോഗിയല്ല, ആരോഗ്യവാനാണ്. നന്നായി മക്കളോടൊപ്പം, മക്കളെക്കാളും നന്നായി ഭക്ഷണം കഴിച്ചാണ് രാത്രി ഉറങ്ങിയത്. രാവിലെ പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ അയാൾ രോഗിയാണ്. വൃദ്ധനായ ഡോക്ടർ അയാളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, ഇനി പ്രത്യേകിച്ച് മരുന്നൊന്നും കുറിക്കാനില്ല വാപ്പക്ക് എന്നാണ്. അപ്പോഴും മക്കൾ അയാളോട് സ്വകാര്യം പറഞ്ഞു, വാപ്പക്ക് സമാധാനം കിട്ടാൻ എന്തെങ്കിലും ഒരു മരുന്ന് നിങ്ങൾ എഴുതി, കുഴപ്പമില്ല, വീട്ടിലേക്ക് തിരിച്ചു പോയിക്കോളൂ എന്ന് പറയണമെന്ന്. പക്ഷെ പെട്ടെന്ന് അയാൾ ജീവിതത്തിന്റെ സമാപനത്തെ ഉൾക്കൊള്ളാൻ അല്പം പ്രയാസപ്പെട്ടു. അദ്ദേഹത്തെ ചെറുതായി ഒന്ന് സഹായിക്കേണ്ടി വന്നു. അദ്ദേഹത്തോട് നാം ചോദിച്ച ചോദ്യം, യഥാർത്ഥത്തിൽ ഏറ്റവും ഉന്മേഷമായി കാണേണ്ട സമയത്താണല്ലോ താങ്കളെ നിരാശനായി കാണുന്നതെന്നാണ്. അപ്പൊ അദ്ദേഹം ഒരത്ഭുതത്തോടുകൂടെ, അപരിതത്വത്തോടുകൂടെ നമ്മുടെ മുഖത്തേക്ക് നോക്കി, എന്താണ് ഏറ്റവും ഉന്മേഷത്തോടുകൂടെ കാണേണ്ട സമയത്ത് നിങ്ങളെ എന്താണ് നമ്മൾ നിരാശനായി കാണുന്നത്? അദ്ദേഹം ചോദിച്ചു, എന്താണ് അങ്ങനെ പറഞ്ഞത്? അദ്ദേഹത്തോട് പറഞ്ഞ ഉദാഹരണം നിങ്ങളോട് ആവർത്തിക്കട്ടെ. കിണർ കുഴിക്കുമ്പോൾ മേലെയുള്ള മണ്ണ് ഉറപ്പ് കുറഞ്ഞതാണ്, കുഴിക്കാൻ വളരെ സുഖമാണ്. പക്ഷേ കുഴിക്കുന്നവന്റെ മുഖത്ത് അത്ര ഉന്മേഷവും ആവേശവും അനുഭവപ്പെടുന്നില്ല. കാരണം ഇനിയും കുറെ കുഴിക്കാനുണ്ട്. മീറ്ററുകളോളം അടിയിലെത്തുമ്പോഴാണ് ചെറിയൊരു നനവ് കാണുക. കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ പാറകൾ കടുത്തു വരുന്നു, കൊത്താൻ പ്രയാസമുണ്ടാകുന്നു. പക്ഷെ അല്പം കൂടെ അടിയിലേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് പാറകളാണ്. ആ പാറച്ചീളുകൾക്കടിയിൽ എവിടെയോ ഉറവകളുണ്ട്. വൈകുന്നേരം 5 മണിക്ക് എന്നും കയറുന്ന പണിക്കാരൻ ഇന്ന് കയറുന്നില്ല. അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് ഇന്ന് എന്നത്തേതിലും ഉപരിയുള്ള ഒരു താല്പര്യം എന്താണ്? അദ്ദേഹം പറഞ്ഞു, ചെറിയൊരു നനവ് കാണുന്നുണ്ട് മണ്ണിന്. പാറച്ചീളുകൾ അടർന്നാൽ ഒരുപക്ഷെ തണുത്ത ലക്ഷ്യം, തണുത്ത ഉറവ കണ്ടെത്തിയേക്കാമെന്നാണ്. അപ്പോൾ അദ്ദേഹത്തെ സാധാരണ ദിവസത്തെക്കാളും ഉന്മേഷവാനായി കാണും. ആ വൃദ്ധനോട് നമ്മൾ ചോദിച്ചു, ഇന്നുവരെ ജീവിതത്തിലെ ഓരോ അനക്കത്തിലും ഇളക്കത്തിലും ആ കാണുന്ന പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ നിങ്ങൾ ആവേശത്തോടെ നടന്നത്, ഈ മക്കളെയെല്ലാം മതപരമായി വളർത്തിയത്, നിങ്ങളുടെ വിലപ്പെട്ട സമ്പത്തിന് കൊടുത്തതൊക്കെ ഈ മരണം, സ്വർഗം എന്ന ലക്ഷ്യത്തിന് വേണ്ടിയല്ലേ? സ്വർഗത്തിലേക്ക് അടുക്കാൻ ഇനി ഒരു പാറച്ചീട് മാത്രം അടരാൻ കാത്തു നിൽക്കുമ്പോൾ ആ പണിക്കാരനെ പോലെ ഉന്മേഷത്തോടുകൂടെ ആ സ്വർഗത്തെ കണ്ട് കിടക്കല്ലേ വേണ്ടത്? യഥാർത്ഥത്തിൽ ആ ഒരൊറ്റ ബോധം, മരിക്കുന്ന സമയത്ത് വേദനാസംഹാരികൾക്ക് പരിഹരിക്കാൻ പറ്റാത്ത വേദനയിൽ അദ്ദേഹത്തോട് മക്കൾ പറഞ്ഞു, വാപ്പ ഒന്ന് ആശുപത്രിയിൽ പോകാന്നാ മരിക്കുന്ന ദിവസം. അദ്ദേഹം പറഞ്ഞു, എനിക്ക് വേദനയില്ല,
എനിക്ക് വേദന അനുഭവപ്പെടുന്നില്ല. വേദനിക്കാഞ്ഞിട്ടല്ല സഹോദരങ്ങളെ, പക്ഷേ ആ വേദന കടുക്കുമ്പോൾ, ആ പാറകൾക്ക് ഉറപ്പ് കൂടുമ്പോൾ അയാൾ തിരിച്ചറിയുന്നു, എന്ത്, ഈ പാറച്ചീളുകൾക്കപ്പുറം അല്പം പ്രയാസത്തോടുകൂടെ ഒരു കഷ്ണം അടർത്തിയാൽ എനിക്ക് നല്ല തണുത്ത ഉറവ, തണുത്ത സ്വർഗം, വിശാലമായ സ്വർഗം എന്നെ കാത്തിരിക്കുന്നു. അത് വേദനകളെ സഹിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. ബലം പിടിച്ചിട്ടും വാശി പിടിച്ചിട്ടും മക്കൾ ആംബുലൻസിലിട്ട് കൊണ്ടുപോയി. വഴിയിൽ അദ്ദേഹം മരണപ്പെട്ടു. സഹോദരങ്ങൾ, ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ജീവിത പ്രതിസന്ധിക്കപ്പുറത്ത് സമ്പൂർണമായ, വിശദീകരിക്കാനാവാത്ത, മാലായിനും ഒരു കണ്ണുകൾക്കും ഇന്ന് വരെ കാണാൻ പറ്റാത്ത, ഒരു കാതുകളും ഇതുവരെ കേൾക്കാത്ത ഒരു ചെറിയ ശബ്ദം പോലും ആ സമ്പൂർണ്ണ ലോകത്തെക്കുറിച്ച് നമ്മൾ ആരും കേട്ടിട്ടില്ല. അതിലെ ചെറിയൊരു രംഗം പോലും നമ്മുടെ കണ്ണുകൾക്ക് മുമ്പിൽ ദൃശ്യമായിട്ടില്ല. അത്തരമൊരു സമ്പൂർണമായ ലോകം. പ്രവാചകരെ, അവിടം നീ കണ്ടാൽ സുഖാനുഗ്രഹത്തിന്റെ ഒരു രാജകീയ ലോകമാണ് നീ അവിടെ കാണുന്നത്. കൺകുളിർമയുടെ നല്ല വിശാലമായ വളകളണിഞ്ഞ, പട്ടുവസ്ത്രങ്ങൾ അണിഞ്ഞ, പച്ച പരവതാനികളുള്ള അതിവിശാലമായൊരു ലോകം നിന്റെ കണ്ണുകൾക്ക് കാഴ്ചയിൽ ദൃശ്യമാകുന്നതാണ് വിശുദ്ധ ഖുർആൻ ആ ലോകത്ത് വിശദീകരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഭൗതിക ജീവിതത്തിന്റെ ആവശ്യമായ സാധ്യതകളെ കൈവശപ്പെടുത്താൻ നമ്മൾ പരിശ്രമിക്കണം. ആ പരിശ്രമത്തിലും പഠനത്തിലുമാണല്ലോ രാത്രി ഉറക്കമൊഴിച്ചും പരീക്ഷ നാള് വരുമ്പോൾ ജീവിതത്തിന്റെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും വിസ്മരിച്ച് നാം പ്രയത്നത്തിൽ ഏർപ്പെടാറുണ്ട്. എന്നാൽ അതിനപ്പുറത്ത് സമ്പൂർണതയുടെ ഒരു ലോകം. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നുവെങ്കിൽ അത് പൂർണ്ണമായ പാനജലമാണ്. ഒരു രാത്രി ഉറങ്ങുന്നുവെങ്കിൽ അത് സമ്പൂർണമായ ഉറക്കമാണ്. ഒരു നിമിഷം വിശ്രമിക്കുന്നുവെങ്കിൽ അത് പൂർണ്ണമായ വിശ്രമമാണ്. ആ ലോകത്തിലേക്കുള്ള ഒരുക്കങ്ങൾക്ക് ആവശ്യമായതാണ് സഹോദരങ്ങളെ നമ്മളിവിടെ അറിയുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. ഒരു പക്ഷേ ചെറിയൊരു സംശയം മനസ്സിൽ ബാക്കി നിൽക്കുന്നു. വിശുദ്ധ ഖുർആനിൽ സൂറത്തു ശുഅറാ എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. തുടക്ക ഭാഗം ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കുക. വിശ്വസിക്കാത്ത ആളുകളെ കുറിച്ച് ഓർത്ത് ഒരു പക്ഷേ ജീവഹാനി വരുത്താൻ പ്രവാചകൻ ആഗ്രഹിക്കുന്നു. ലഅല്ലക ബാഖിഉൻ നഫ്സക, നീ നിന്നെ അപകടപ്പെടുത്താൻ, ജീവഹാനി വരുത്താൻ ഉദ്ദേശിക്കുന്നുവോ പ്രവാചകരെ എന്നാണ് ആ അധ്യായത്തിന്റെ തുടക്കത്തിൽ അള്ളാഹു ചോദിക്കുന്നത്. ഈ വിശ്വാസത്തിലേക്ക് വരാത്ത ആളുകളെ കുറിച്ച്. എന്നിട്ട് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നു, ആകാശത്ത് നിന്ന് വല്ല അത്ഭുത രൂപങ്ങളും ഇറക്കിക്കൊടുത്താൽ ഒരുപക്ഷെ അവർ വിശ്വസിച്ചേക്കാം, പക്ഷെ അങ്ങനെയൊന്നും അവരെ വിശ്വസിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ്. സഹോദരങ്ങളെ, കണ്ണുകളിൽ കാണാത്ത ഒരു സൃഷ്ടാവിനെ, ലോകത്ത് നമ്മൾ ഇതുവരെ അനുഭവിക്കാത്ത ഒരു ലോകത്തെ, ഭാവനയിൽ പോലും കാണാൻ പറ്റാത്ത ഒരു പരലോകത്തെ വിശ്വസിച്ചുകൊണ്ടാണല്ലോ ഞാനും നിങ്ങളും ജീവിക്കേണ്ടത്. ആ വിശ്വാസം എന്നിലും നിങ്ങളിലും ശക്തമാകുമ്പോൾ നമ്മുടെ ജീവിതത്തിന് അച്ചടക്കമുണ്ടാകും, മനസമാധാനമുണ്ടാകും, ഉന്മേഷമുണ്ടാകും, യഥാർത്ഥത്തിൽ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നതാണ്. അത് സംഭവിക്കുകയില്ല എന്ന് നമ്മൾ ഒരാളും വിചാരിച്ചു പോകരുതെന്നാണ്. നമ്മുടെ ശരീരത്തെക്കുറിച്ചും നമ്മുടെ ചുറ്റുപാടുകളെ കുറിച്ചൊക്കെ നമുക്കറിയാൻ പറ്റും. വീട്ടിൽ ഒരു നല്ല വാഷിംഗ് മെഷീൻ ഒരാൾ വാങ്ങി, വാഷിംഗ് മെഷീൻ വാങ്ങി കഴിയുമ്പോൾ അത് 5-6 കൊല്ലം ഉപയോഗിച്ചിട്ടും യാതൊരു കംപ്ലൈന്റും ഇല്ല. അടുത്തതായിട്ട് അയാൾ വാങ്ങുന്നത് ഒരു ഫ്രിഡ്ജാണ്, ഒരു റെഫ്രിജറേറ്ററാണ്. അത് വാങ്ങാൻ ശ്രമിക്കുമ്പോൾ അയാളെ മനസ്സിൽ ഓർമ്മ വരുന്നത് ആദ്യം ഇതുവരെ ഉപയോഗിച്ച വാഷിംഗ് മെഷീന്റെ കമ്പനിയുടെ പേരെന്നെ ഓർമ്മയില്ല. കാരണം ഇത്രയും ഉത്തരവാദിത്തത്തോടുകൂടെ, ഇത്രയും വിശ്വസനീയമായി എനിക്ക് ഉപയോഗപ്പെട്ട അതേ കമ്പനി തന്നെ ആവട്ടെ എന്നാണ്. സഹോദരങ്ങളെ, അങ്ങനെയെങ്കിൽ ആ ഒരു ചെറിയ സത്യത്തെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചവും നമ്മുടെ ശരീരവുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന മഹത്തായ സംവിധാനങ്ങൾ, ഇതിനപ്പുറത്ത് വിശാലമായൊരു ലോകം സൃഷ്ടിക്കാൻ പടച്ചോനൊരു പ്രയാസം ഉണ്ടാവില്ല. അതാണ് ഞാൻ ഓതി വെച്ച സൂറത്തുൽ ഇൻസാനിലെ ആയത്ത്. നിങ്ങൾ ശരിക്കും ഒരു ആത്മപരിശോധന നടത്തുക. എത്ര ഗ്രന്ഥികളുണ്ട് നമ്മുടെ ദേഹത്ത്. ഏതെങ്കിലും ഒരു ഗ്രന്ഥി വറ്റിയാൽ വീണ്ടും അതിൽ ദ്രവം നിറക്കുവാൻ എന്തു സംവിധാനങ്ങളുണ്ട്. എത്രമാത്രം പ്രയാസകരമായ ഒന്നാണ്. തലച്ചോറുമായി ശരീരത്തിന്റെ സർവ്വഭാഗങ്ങളെയും ബന്ധിപ്പിക്കുന്ന ആ ബന്ധങ്ങൾ എത്രമാത്രം ആസൂത്രിതമാണ്. നമുക്ക് മീതെ ഒരു പ്ലാനറ്റോറിയത്തിൽ ഒരു അരമണിക്കൂർ ഇരുന്നാൽ നാം കാണുന്ന വിസ്മയമായ പ്രപഞ്ചത്തിന്റെ ചെറിയൊരു മോഡൽ പോലും നമ്മളെ അത്ഭുതകരമായ ഒരു ലോകത്തേക്ക് നയിക്കുന്നുവെങ്കിൽ ഈ സൃഷ്ടികർത്താവിന്, ഈ ഭൂമിയെയും ഈ ശരീരങ്ങളെയും ലോകങ്ങളെയും പഠിച്ച സൃഷ്ടികർത്താവിന് ഈ പ്രപഞ്ചത്തിൽ ഈ ലോകത്തിനപ്പുറത്തൊരു ലോകം പ്രയാസമാവുമോ സഹോദരങ്ങളെ? ഒരിക്കലും അത് പ്രയാസമാവില്ല. ഈ കാണുന്നതിനേക്കാളും അതിശക്തമായ സംവിധാനങ്ങളിൽ അതിന് ആസൂത്രണം ചെയ്യാൻ പറ്റും. കടലിന്റെ ആഴം കുറഞ്ഞ സ്ഥലത്ത് ചെറിയ ഗ്ലാസ് ഉപയോഗിച്ച്
ശ്വസിക്കാൻ ചെറിയൊരു സംവിധാനവും പുറത്തേക്ക് വെച്ച് കടലിലൂടെ ഒന്ന് കടലിന്റെ അടികളോട് ചേർന്നൊന്ന് കണ്ണ് ചേർത്ത് നോക്കിയാൽ നാം കാണുന്ന വിസ്മയകരമായ ലോകം. കടലെന്ന വിശാലമായ കരയേക്കാളും വിശാലമായ ലോകത്തെ ഒരു 10 ഇഞ്ച് സ്ഥലം കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഈ മഹത്തായ സംവിധാനകൻ, ലക്ഷക്കണക്കിന് വർണ്ണ മത്സ്യങ്ങൾ, വിശാലമായ ജീവൽ പ്രപഞ്ചമാണ് കടലെന്ന് പറഞ്ഞാൽ. ഇതിന്റെയൊക്കെ സംവിധായകനായ പടച്ചവനുണ്ടല്ലോ, ആ പടച്ചവന്റെ ഒരു വാഗ്ദത്വവും അവൻ ലംഘിക്കേണ്ടി വരില്ല. അതൊക്കെ ഉണ്ടാക്കാൻ അവര് കഴിയും. നഹ്നു ഖലഖനാകും വശദദ്നാ അസ്റഹും, നാമാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. നിങ്ങളുടെ ഈ ശരീരഘടനയെ ബലപ്പെടുത്തിയത് നാമാണ്. ഈ ഫലവത്തായ ശരീരഘടനയെ ചൂണ്ടിക്കാണിച്ചെന്ന് പറയാൻ, ഇത് ഈ കോലത്തിൽ സൃഷ്ടിച്ചത് ഞാനാണ്. ഇതൊക്കെ സൃഷ്ടിച്ചുണ്ടാക്കിയ എനിക്ക് ഇതുപോലെ നിങ്ങളെ ഒരു മാറ്റം വരുത്താൻ എനിക്ക് ഉദ്ദേശിച്ചാൽ സാധ്യമാകുന്നതാണ്. നിങ്ങളെ പുതിയൊരു പരിവർത്തനം, പുതിയൊരു സൃഷ്ടി നടത്തണമെന്നുണ്ടെങ്കിൽ യാതൊരു പ്രയാസമല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം മരിച്ച് നമ്മളെ കരിച്ചു കളഞ്ഞാലും മണ്ണിൽ ദ്രവിച്ചു പോയാലും അല്ലെങ്കിൽ അജ്ഞാതമായി ആരും കണ്ടെത്താതെ ഏതെങ്കിലും പുഴയിലോ കടലിലോ സമുദ്രത്തിലോ അലിഞ്ഞു ചേർന്നാലും നമ്മുടെ നട്ടെല്ലിന്റെ ഏറ്റവും അറ്റത്തുള്ള ഒരസ്ഥി, അലുമുദ്ദനബ് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേര് വിളിച്ച ഒരു ചെറിയ അസ്ഥിയുടെ അംശം, അത് ഭൂമിയിൽ നശിക്കാതെ കിടക്കും എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്. ഒരു ചെറിയ കഷ്ണം മാത്രം ഒരിക്കലും ഭൂമിക്ക് ദ്രവിപ്പിക്കാനാവാതെ, തീകൾക്ക് കരിച്ചു കളയാനാവാതെ കിടക്കുന്നതാണ്. അതിൽ നിന്നും ഫീഹി യുറക്കബുന്നാസ്, എന്നെയും നിങ്ങളെയും രണ്ടാമത് കൂട്ടിക്കിടിപ്പിച്ചുണ്ടാക്കും. ഈ മഹത്തായ സംവിധായകന് ഇവിടെ എല്ലാം ശ്രദ്ധിക്കുകയും ഇവിടെ അനേകായിരം പക്ഷികൾക്കും മൃഗങ്ങൾക്കും ശബ്ദം നൽകിയനാവണം. മനോഹരമായ ശബ്ദം. രാത്രി ഞെട്ടി ഉണരുമ്പോൾ നാം കേൾക്കുന്ന പക്ഷികളുടെയും മൃഗങ്ങളുടെയും അപൂർവമായ ശബ്ദങ്ങൾ ശ്രവിച്ചിട്ടില്ലേ? ഒരു കാഴ്ച ബംഗ്ലാവിലൂടെ ഒരു 10 മിനിറ്റ് നടന്നു പോകുമ്പോൾ നാം കേൾക്കുന്ന വ്യത്യസ്തങ്ങളായ ശബ്ദങ്ങൾ, ആ ശബ്ദങ്ങൾ ഉണ്ടാക്കിയവൻ സംസാരിപ്പിക്കും. അന്തകനല്ലാഹുല്ലദീ അന്തക കുല്ല ശൈഇൻ, നമ്മുടെ തൊലികളെ സംസാരിപ്പിക്കും. എന്നിട്ട് നമ്മുടെ ജീവിതത്തിന്റെ സർവ്വ ചെയ്തികളെയും ഈ പ്രപഞ്ചത്തിന് ശബ്ദം നൽകിയവൻ നമുക്ക് ശബ്ദം നൽകും. എന്നിട്ട് സംസാരിക്കുന്നതാണ്. നമ്മുടെ തൊലികൾ സംസാരിക്കും. നാം സ്പർശിച്ചതിനെ കുറിച്ച്, നാം സാക്ഷ്യം വഹിച്ചതിനെ കുറിച്ച്. അപ്പോൾ നമ്മുടെ തൊലികളോട് നാം ചോദിക്കുന്ന ലമിഷഹിത്തും അലൈന ലിമഷഹിത്തും അലൈന, ഞങ്ങൾക്കെതിരെ എന്തിന് നിങ്ങൾ സംസാരിക്കുന്നുവെന്നാണ്. എല്ലാത്തിനെയും സംസാരിപ്പിച്ച അള്ളാഹു ഞങ്ങളെയും സംസാരിപ്പിച്ചിരിക്കുന്നു. ആ വിചാരണ സത്യമായി നടക്കും സഹോദരങ്ങളെ, സംശയിക്കേണ്ട ആവശ്യമില്ല. മുഴുവൻ കർമ്മങ്ങളും കാണും. യഥാർത്ഥത്തിൽ മനസ്സിലാകുമ്പോൾ നാം ഓർത്തുപോകുന്നു, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എവിടെയോ സംഭവിച്ചു പോയ തികച്ചും അപമാനകരമായ ഒരു പാപം. അതിനെ മായ്ച്ചു കളയാൻ വല്ല മാർഗമുണ്ടോ? മനസ്സൊക്കെ ഈ വിശ്വാസം കിടക്കുമ്പോൾ അറിയാതെ ചോദിക്കുന്ന ഒരു സംശയം, പശ്ചാത്തപിച്ചു കഴിഞ്ഞാൽ അത് മാഞ്ഞു പോകും, അതോ ആ രംഗങ്ങൾ വീണ്ടും നമ്മുടെ മുമ്പിൽ ദൃശ്യമാകുമോ എന്ന ചോദ്യം ഹൃദയത്തിൽ ബോധ്യപ്പെടുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്നും സഹോദരങ്ങളെ വരും. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ സംവിധായകൻ അതൊക്കെ ചെയ്യും. നരകത്തെക്കുറിച്ച് പറഞ്ഞൊരു സന്ദർഭം നോക്കൂ നിങ്ങൾ. തൊലികളാണ് സംവേദനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് യഥാർത്ഥത്തിൽ അടുത്ത കാലത്ത് കണ്ടുപിടിക്കപ്പെട്ടതാണ്. യുഗാന്തരങ്ങൾക്ക് മുമ്പ് തൊലികൾ കരിയുമ്പോൾ പുതിയ തൊലി നൽകും എന്ന് ഖുർആൻ പറയുന്നുവെങ്കിൽ തൊലിയാണ് മനുഷ്യന്റെ അനുഭവങ്ങളും വേദനയും ഉണ്ടാക്കുന്നത് എന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടുപിടിക്കപ്പെടും മുമ്പ് വഹിയിലൂടെ നമുക്ക് അറിയിച്ചു തന്നുവെങ്കിൽ ആ നരകത്തിന്റെ സംവിധായകൻ ഈ പ്രപഞ്ചത്തിന്റെ നാഥനാണ്. അവനൊന്നും പ്രയാസമായിട്ട് വരില്ല. അതേപോലെ തന്നെ മരണമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഉൾക്കൊള്ളാൻ നോക്കൂ. മരണത്തെക്കുറിച്ചൊന്ന് അറിയാൻ ശ്രമിച്ചു നോക്കൂ നിങ്ങൾ. ഉറക്കം ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിൽ മരണം വരെ പഠനം നടത്തിയാലും അവസാനിക്കാത്ത അതിവിശാലമായ ഒരു സങ്കീർണമായ പ്രതിഭാസമാണ് ഉറക്കം എന്ന് പറഞ്ഞാൽ. പെട്ടെന്ന് ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ എന്താണ് ജീവിതത്തിന്റെ അനുഭവം? ഉറങ്ങുന്ന മനുഷ്യൻ അവൻ എന്ത് ദുരന്ത സാഹചര്യത്തിലാണെങ്കിലും ഒരു രാജാവിനെ പോലെ സുഖലോലുപനായ ഒരു സ്വപ്നം കാണാൻ ഒരു ഉറങ്ങുന്നവന് കഴിയും. സന്തോഷകരമായ സാഹചര്യത്തിൽ ഉറങ്ങുന്നവന് ഭീകരമായ ഒരു സ്വപ്നം കാണാം. സ്വപ്നം എന്നത് ഈ ലോകത്തല്ല, പുതിയൊരു ലോകമാണ് നമ്മൾ അനുഭവിക്കുന്നത്. അവൻ നിങ്ങളെ രാത്രി മരിപ്പിക്കുന്നു. സഹോദരങ്ങളെ, ഉറക്കത്തിന് സമാനമാണ് മരണം. ഞാൻ ഇങ്ങനെ ഒരിക്കൽ പറഞ്ഞപ്പോൾ ഒരു വിദ്യാർത്ഥിയായ സുഹൃത്ത് ഒരു കടലാസിൽ എഴുതി തന്നു, ഉറക്കവും മരണവും സമമാണെങ്കിൽ ഖുർആൻ അങ്ങനെ പറയുന്നു, വല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതീ ലം തമുത് ഫീ മനാമിഹാ. മരിക്കുന്നവന്റെ ആത്മാവിനെ മരിക്കുമ്പോൾ പിടിക്കുന്നു, അല്ലാത്തവന്റെ ആത്മാവിനെ ഉറക്കത്തിൽ പിടിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ മരണവും ഉറക്കവും സമാനമാണെങ്കിൽ ഉറങ്ങുന്നവൻ ശ്വാസം എടുക്കുന്നുണ്ടല്ലോ, അവന്റെ ഹൃദയം മിടിക്കുന്നുണ്ടല്ലോ. സഹോദരങ്ങൾ, അത് ഭൗതികമായ ഒരു കാര്യം മാത്രമാണ്.
ഉറക്കമെന്ന് പറഞ്ഞാൽ നാം എവിടെ എത്തുന്നു ഉറക്കത്തിലൂടെ എന്നാണ്. എവിടെയാണ് നമ്മൾ എത്തുന്നത്? ബസ്സിന്റെ സൈഡിൽ നിന്ന് കാഴ്ച കാണുന്നവന് ഞാൻ ബസ്സിന്റെ സൈഡിലാണെന്ന് അറിയാം. എന്നാൽ ഉറങ്ങുന്നവൻ എപ്പോഴെങ്കിലും ഞാൻ ഉറക്കത്തിലാണെന്ന് അറിഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഉണരുമ്പോൾ മാത്രമേ അറിയുന്നുള്ളൂ. ആ ഉറക്കത്തെ പോലെ മരിക്കുന്ന നിമിഷം ഒരു ഉറക്കത്തിലേക്കെന്ന പോലെ പുതിയൊരു ലോകത്തിലേക്ക് എത്തും. അപ്പോൾ മരിച്ചു കിടക്കുന്ന ഒരുത്തനിൽ എന്തോ ഒരു സമാപനം സംഭവിച്ച പോലെ നമുക്ക് തോന്നേണ്ടതില്ല. അയാളുടെ ആ ചിന്തയും ജീവിതവും പച്ചയായ അവസ്ഥയും പുതിയൊരവസ്ഥ പ്രാപിച്ചു എന്ന് മാത്രം. അതിൽ വിശദീകരിക്കപ്പെട്ട എല്ലാ അനുഭവങ്ങളും ഉണ്ടാവും. പ്രവാചകൻ തിരുമേനി പറഞ്ഞത്, മരിക്കുന്ന സമയത്ത് കാണുന്ന ദൂരത്ത് മലക്ക് വരും. എന്നിട്ട് ആ മരണത്തിന്റെ ഒരുക്കങ്ങൾക്കനുസരിച്ച് മെല്ലെ മെല്ലെ നമ്മുടെ ആത്മാവിനെ സ്വീകരിക്കും. എന്നിട്ട് നരകത്തിന്റെ വസ്ത്രത്തിലോ സ്വർഗത്തിന്റെ വസ്ത്രത്തിലോ പൊതിയും. ആകാശ ലോകങ്ങൾ മുഴുവൻ കാണിക്കുന്നതാണ്. സത്യവിശ്വാസിയാണെങ്കിൽ 7 വാനങ്ങളും കയറി കണ്ടിട്ടാണ് അവൻ ഭൂമിയിലേക്ക് വരിക എന്നാണ്. വഹി കൊണ്ട് ദിവ്യമായ സന്ദേശങ്ങളെ കൊണ്ട് മാത്രം സംസാരിക്കുന്ന പ്രവാചകന്റെ വാക്കുകളെ അവിശ്വസിക്കേണ്ടതില്ല സഹോദര. അതിനപ്പുറത്ത് മരണം വരെ സ്വർഗ നരകങ്ങളെ കൊണ്ട് കണ്ടു കടക്കാൻ അവസരമുണ്ട്. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരെ ഒരു പ്രത്യേകമായ മറയിൽ പ്രത്യേകമായ ഒരു അവസ്ഥയിൽ മനുഷ്യൻ ജീവിക്കും. അത് കഴിഞ്ഞാൽ പരലോകത്ത് നമ്മൾ ജനിക്കും. തികഞ്ഞ ഇരുട്ടിലോ തികഞ്ഞ പ്രകാശത്തിലോ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ ചെന്നടുക്കും. ഒരിക്കലും മരണമില്ലാത്ത 2 ലോകങ്ങളിൽ ഒരു ലോകത്ത് ഞാനും നിങ്ങളും എത്തിച്ചേരുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് എന്തു ചെയ്യാനുണ്ട്? ജീവിതത്തിലെ എന്തൊരു ചെറിയ ദൗത്യത്തിന്റെ പിന്നിലും ചെറിയൊരു പ്രയാസം അനുഭവിക്കാതെ പറ്റൂലല്ലോ. നിങ്ങളൊരു പരീക്ഷ എന്ന കടമ്പ കടക്കാൻ എത്ര ബുദ്ധിമുട്ടുന്നുണ്ട് സഹോദരങ്ങളെ. ഒരു നല്ല ഡ്രസ്സ് രാവിലെ അണിഞ്ഞു പോകണമെങ്കിൽ അത് നാം അലക്കണം, അത് ഉണക്കണം, അത് അയൺ ചെയ്യാൻ ഒരു സമയം കണ്ടെത്തണം. എങ്കിലേ മനസ്സിന് സംതൃപ്തിയുടെ ഒരു വസ്ത്രം അണിഞ്ഞു പോകാൻ പറ്റുള്ളൂ. ഇന്നലെ മുഷിഞ്ഞ് കഴിച്ചിട്ട വസ്ത്രം നാളെ ഉന്മേഷത്തോടു കൂടി അണിഞ്ഞു പോകുന്നതിന്റെ പിന്നിൽ ചെറിയൊരു അധ്വാനം ആവശ്യമല്ലേ? തീർച്ചയായും ആവശ്യമാണ്. ഒന്ന് ഉറങ്ങാൻ, ഒരല്പം ഭക്ഷണം കഴിക്കാൻ, എന്തിനും പിന്നിലും ഒരു അധ്വാനം യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ നാളെ പരലോകത്ത് സ്വർഗം അനുഭവിക്കുന്നവരോട് ഖുർആൻ പറയാനുള്ളത് അതന്നെയാണ്. വജസാഹും ബിമാ സബറു ജന്നതം വഹരീറാ. വജസാഹും അവർക്ക് പ്രതിഫലമായി നൽകും ആ സ്വർഗത്തെ. ആനന്ദങ്ങളും സന്തോഷങ്ങളും ഒരു സ്വർഗത്തെ സൂറത്തു ഇൻസാനിൽ വിശദീകരിച്ചിട്ട് അല്ലാഹ് പറയാണ്, വജസാഉം ബിമാ സബറു. ക്ഷമിച്ചതിന്, സഹിച്ചതിന്, കുറച്ച് സഹിച്ചതിനുള്ളൂ. ഈ രാവിലെ ആ നമസ്കരിക്കാൻ വേണ്ടി അവിടെ നിന്ന് റൂമിൽ നിന്ന് എഴുന്നേറ്റ് വരിക എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത പ്രയാസമാണ്. അത്ര ദൂരം കണ്ടുകയറില്ല. അവിടുന്ന് അത് കഴിഞ്ഞ് പുതിയ അനൗൺസ്മെന്റ്, എന്ത് ക്ലാസിന്റെ സമയമായി കയറിയിരിക്കൂ എന്ന് പറയുമ്പോൾ ഒരല്പം നാം മനസ്സുകൊണ്ട് അനുഭവിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇതുപോലെ ഈ രംഗത്ത് അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് നമുക്ക് തരുന്ന അനന്തവും അനശ്വരവുമായ ഒരു ജീവിതമാണ് സ്വർഗം നിറഞ്ഞത്. കുറച്ച് സഹിക്കാനും കുറച്ച് ക്ഷമിക്കാനും നമ്മൾ തയ്യാറാവണം. സഹോദരങ്ങൾ, ഭൗതിക ജീവിതത്തിൽ ഏതൊരു പ്രതിസന്ധിക്ക് മുമ്പിലും ഒരു പക്ഷേ ജീവിതത്തിന്റെ ആവശ്യങ്ങളെ വിസ്മരിക്കേണ്ടി വരും. നല്ല തിരക്കുള്ളൊരു ഡോക്ടർ PG എടുത്ത് കേരളത്തിൽ അപൂർവമായി 8-10 ആളുകൾ മാത്രമുള്ള ഒരു സ്പെഷ്യാലിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടറെ പറ്റി നിങ്ങൾ ആലോചിച്ച് നോക്കുക. തിയേറ്ററിലാണ് ജീവിതം. ഓപ്പറേഷൻ തിയേറ്ററിൽ എനിക്കറിയാം, എനിക്ക് ഏറ്റവും പരിചയമുള്ള ഡോക്ടറെ കുറിച്ച്. തിയേറ്ററിലാണ് അയാളെ ജീവിതം. അയാളെ വീട്ടിലിരിക്കുമ്പോൾ അറിയാം. വീട്ടിൽ നമ്മളൊരു കാര്യത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ രാവിലെ കുട്ടി നഴ്സറിയിലേക്ക് പോകാൻ കുട്ടി നഴ്സറിയിൽ പോകാൻ ഒരുങ്ങുന്നു. ഭാര്യ രാവിലെ നല്ല സ്വാദിഷ്ടമായ നാസ്ത ഉണ്ടാക്കി അത് എടുത്തു വെച്ച് നിൽക്കുമ്പോഴാണ് ഇന്നലെ ഓപ്പറേറ്റ് ചെയ്ത രോഗിയെക്കുറിച്ചുള്ള ഫോണ്. കുട്ടികളോട് ഒന്നും സന്തോഷം പറയാതെ എടുത്തു വെച്ച നാസ്ത കഴിക്കാതെ അയാൾ ഡ്രൈവറെ വിളിച്ച് കാറിൽ കയറി പോവുകയാണ്. നോക്കൂ നിങ്ങൾ, ജീവിതത്തിൽ അയാൾ അനുഭവിക്കുന്ന ഒരു സ്ഥാനത്തിനും അയാൾക്ക് കിട്ടുന്ന പണത്തിനും അയാൾ നൽകേണ്ടതുണ്ട് തൻ്റെ സമയത്തെ, തൻ്റെ മക്കളെ, ജീവിത സുഖങ്ങളെ. ഇങ്ങനെയൊന്നും പടച്ചോ നമ്മോട് പറയണില്ല. ഇത്ര ബുദ്ധിമുട്ടാണ്. ജീവിതത്തിന്റെ ആവശ്യങ്ങൾ നിർവഹിച്ച് ശരീരത്തോടുള്ള കടമ, ഭാര്യയോടുള്ള കടമ, മക്കളോടുള്ള കടമ, കണ്ണിനോടുള്ള കടമ, ഇതൊക്കെ നിർവഹിച്ചിട്ട് അള്ളാഹുവിന് വേണ്ടി നിർവഹിക്കാൻ പറ്റുന്ന, സമർപ്പിക്കാൻ പറ്റുന്ന ഒരു ജീവിതത്തെ കുറിച്ചാണ് ആവശ്യപ്പെടുന്നത്. ഒരു സന്യാസിയെ ഞാൻ പരിചയപ്പെട്ടു. ഊട്ടിയിലെ കനകമലയിൽ ജീവിതത്തിൽ മുഴുവൻ മാതാപിതാക്കളെ ഉപേക്ഷിച്ച് വിവാഹം കഴിക്കാതെ അയാൾ ജീവിക്കാൻ സ്വസ്ഥമായൊരു മരണത്തിന് അപ്പുറത്തേക്ക് വേണ്ടില്ല, മരണത്തിന് ഇപ്പുറത്ത് ടെൻഷൻ ഇല്ലാതെ ജീവിക്കാൻ. അതാണത്ര അയാളുടെ ജീവിത ലക്ഷ്യം. എന്നാൽ സഹോദരങ്ങളെ, ഈ തിരക്കിനിടയിൽ, ഈ കോഴ്സിനിടയിൽ, ഈ ജീവിതത്തിനും വിവാഹത്തിനും മക്കൾക്കും ജോലികൾക്കും ഇടയിൽ ഒരല്പസമയം
നമ്മുടെ ജീവിതത്തിന്റെ വിശുദ്ധിക്ക് വേണ്ടി കണ്ടെത്തിയാൽ നമുക്ക് നേടാവുന്ന അനശ്വരമായ ഒരു ജീവിതത്തെ വിസ്മരിച്ചാൽ നാം എത്ര വലിയ വിഡ്ഢികളാകും, എത്ര വലിയ നഷ്ടക്കാരാകും. ഒരു നിമിഷം നമ്മൾ ആലോചിക്കാം. അങ്ങനെ ഒരു ചിന്ത യഥാർത്ഥത്തിൽ ഈ പ്രോഫ്കോൺ നമ്മുടെ ഹൃദയങ്ങൾക്ക് അങ്ങനത്തെ ഒരു ലക്ഷ്യബോധം നൽകുന്നുവെങ്കിൽ അതാണ് യഥാർത്ഥത്തിൽ ഈ സംഗമത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. വിശുദ്ധ ഖുർആൻ നമ്മളോട് ആവശ്യപ്പെടുന്ന ആ സ്വർഗത്തിന്റെ വിശേഷണങ്ങൾ ജീവിതത്തിൽ നമ്മൾ പാലിക്കണം. കുറച്ചൊരു പ്രയാസം ആൺകുട്ടികളോടെല്ലാം ഞാൻ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ടി പറഞ്ഞാൽ, നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവമുള്ള ഒരറിവ് പ്രയോഗവൽക്കരിക്കാനുള്ള ഒരു ചെറിയ പ്രയാസം അനുഭവിക്കാൻ തയ്യാറല്ലെന്ന് ഒരു പക്ഷേ ഇപ്പോൾ തെളിയും. ക്ലാസ്സിലാണെങ്കിൽ പ്രത്യേകിച്ച് തെളിയും. ഇങ്ങനത്തെ ഒരു സാഹചര്യം ചിലപ്പോൾ പ്രത്യേകിച്ച് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞാൽ അവന്റെ പാൻസിന്, വസ്ത്രത്തിന് യഥാർത്ഥത്തിൽ ഇനിയും അവന്റെ കാലിന്റെ പകുതി പോലും മറക്കാനുള്ള അത്രയും നീളം പുറത്തേക്ക് തൂങ്ങിക്കിടക്കുന്നു. യഥാർത്ഥത്തിൽ നെരിയാണ് വരേന ഒരു വിശ്വാസിന്റെ വസ്ത്രം, അതിൻ്റെ താഴെ നരകത്തിലാണെന്ന നബിവചനം കേട്ടവരാണ്. എന്തുകൊണ്ട് സാധിക്കുന്നില്ല? തൽക്കാലം ഒരല്പം പരിഹാസത്തോടുകൂടെ ക്ലാസ്സിൽ പഠിക്കുന്ന സഹപാഠിയോ നമ്മെ നോക്കിയാലും ഞാൻ ആ ഒരു ചെറിയ ക്ഷമക്ക് എൻ്റെ ക്ലാസ്സിൽ മറ്റാർക്കുമില്ലാത്ത ഒന്ന് ഞാൻ സഹിക്കുന്നിപ്പോൾ. കോളേജിന്റെ കോഴ്സ് കഴിയുന്നത് വരെ അധ്യാപകന്മാരും സുഹൃത്തുക്കളും എല്ലാം കാൽപാദത്തിലേക്ക് നോക്കുമ്പോൾ ഒരു പരിഹാസത്തിന്റെ വാചാലമായ നോട്ടമാണ്. അത് സഹിക്കുമ്പോൾ ഞാൻ അതുകൊണ്ട് എനിക്കൊരു സ്വർഗം സൃഷ്ടിക്കുന്നു എന്നറിയുമ്പോഴേ അതിന് സാധിക്കുള്ളൂ. സഹോദരങ്ങളെ, പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, യഥാർത്ഥത്തിൽ മഫ്തയിടണമെന്ന് പറയേണ്ട ഒരു ആവശ്യം ഇന്ന് നമ്മുടെ ക്യാമ്പസിലില്ല. എന്നാൽ യഥാർത്ഥത്തിൽ ആ ധരിച്ചവരാണ് നഗ്നകളാണെന്ന അവസ്ഥ ഗൗരവപരമായി കാണണമെന്ന് എൻ്റെ സഹോദരിമാരോട് ഞാൻ ആവശ്യപ്പെടുന്നു. കാരണം മഹാനായ ഒരു പണ്ഡിതനോട് ഈ ഹദീസിന്റെ ആശയം ചോദിച്ചു. ധരിച്ചവരാണ് നഗ്നകളാണ്, അതെങ്ങനെ പറയാം? നമ്മളെല്ലാവരും ഇപ്പോൾ ഇവിടെയുണ്ട്, എന്നാൽ ഇവിടെ ഇല്ല. അത് വൈരുദ്ധ്യമായൊരു പ്രയോഗമല്ലേ? ധരിച്ചവരാണ് നഗ്നകളാണ്, അതിന്റെ അർത്ഥം മഹാനായ ഒരു പണ്ഡിതനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് 3 രൂപത്തിലാണ്. ഒന്ന്, അവർ ധരിച്ചിട്ടുണ്ട്, പക്ഷേ ഗ്ലാസ് പോലെ അവരുടെ ദേഹത്തിന്റെ തൊലിയുടെ നിറം കാണുന്ന വസ്ത്രമാണ് ധരിച്ചത്. അവരെ കുറിച്ചാണ് കാസിയാത്തുൻ ആരിയാത്ത് എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ വിശദീകരണം, അവർ ധരിച്ചിട്ടുണ്ട്, മുഴുവൻ ഉണ്ടെന്ന് പറയുന്നു. തല മറക്കാനുള്ള വസ്ത്രമുണ്ട്, പക്ഷെ തല മറഞ്ഞിട്ടില്ല. കൈ മറക്കാൻ വസ്ത്രമുണ്ട്, പക്ഷെ കൈ മുഴുവൻ മറഞ്ഞിട്ടില്ല, അപൂർണമായ വസ്ത്രം. മൂന്നാമത് അദ്ദേഹം വിശദീകരിച്ചത്, ദേഹത്തൊട്ടി നിൽക്കുന്ന ഓരോ മനുഷ്യന്റെയും ദേഹത്തിനൊരു ആകാരമുണ്ട്, ആ ആകാരത്തെ പൂർണ്ണമായും പ്രകടിപ്പിക്കുന്ന വസ്ത്രധാരണങ്ങൾ. ഒരു പക്ഷേ വസ്ത്രമില്ലാതെ നടന്നാൽ പോലും അത്ര ആകർഷണീയമായിരിക്കില്ല. ആ അവസ്ഥയിൽ വസ്ത്രം ധരിക്കുന്ന ആളുകൾ, സഹോദരിമാരെ, സ്വർഗത്തിന്റെ വാസനയില്ല. സ്വർഗത്തിന്റെ സുഗന്ധമെന്ന് പറഞ്ഞാൽ അതെത്രയോ വിദൂരങ്ങളിലേക്ക് അനുഭവിക്കാവുന്ന, അതുപോലും അനുഭവിക്കാവുന്ന വിദൂരങ്ങളിൽ മാറ്റി നിർത്തപ്പെടുന്നവർ ധരിച്ചവരാണ്, നഗ്നകളാണെന്ന്. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ പദവി അള്ളാഹു കൽപ്പിച്ചത് ആർക്കാണെന്നറിയുമോ? മറിയം. ലോകത്തെ വിശ്വാസികൾക്ക് മാതൃകയായി അള്ളാഹു ചൂണ്ടിക്കാണിച്ചത് മുഖ്യസ്ഥാനങ്ങളെ സൂക്ഷിച്ച മറിയം. ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് മനുഷ്യരൂപത്തിൽ മലക്ക് വന്നപ്പോൾ മറിയം അവിടെ തന്റെ വിശുദ്ധി, തന്റെ തഖ്വ, തന്റെ മനസ്സിന്റെ ഭക്തി പ്രകടിപ്പിച്ചു. കാലത്ത് ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയ്യാ. വിജനമായ സ്ഥലത്ത് അന്യനായ ഒരു പുരുഷനെ കണ്ടപ്പോൾ ഉടനെ അവർ മനസ്സിൽ പ്രാർത്ഥിച്ചത് എന്താണെന്നറിയോ? പടച്ചവനെ, ഇയാളിൽ നിന്നും ഞാൻ എന്നോട് രക്ഷ തേടുന്നു എന്നാണ്. ഏതു നിമിഷവും തൻ്റെ ജീവിത വിശുദ്ധിക്ക് കളങ്കമേൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. സഹോദരങ്ങളെ, ഇനിയും ധിക്കാരപൂർവ്വം നമ്മുടെ ജീവിതത്തിലെ വിശുദ്ധിയെ കളങ്കപ്പെടുത്തണമെങ്കിൽ അനുഭവിക്കേണ്ടി വരും. യാതൊരു സംശയക്കാര്യത്തിൽ വേണ്ട, അനുഭവിക്കേണ്ടി വരും. ഞാൻ ഇവിടെ പരസ്യമായി പറയുന്നത് അത്രയും ഗൗരവപരമായതുകൊണ്ട് മാത്രമാണ്. എൻ്റെ പ്രസംഗത്തിൽ അത്തരമൊരു സംഭവത്തെ, എൻ്റെ പ്രസംഗത്തിൻ്റെ അവസ്ഥയെ കുറച്ച് കളയുമോ എന്ന് ഞാൻ വിചാരിക്കുന്നുവെങ്കിലും നിങ്ങൾക്ക് വേണ്ടി വരാൻ. 28 വയസ്സായ ഒരു ചെറുപ്പക്കാരൻ ഒരു ദിവസം എൻ്റെ വീട്ടിൽ വന്നു. അദ്ദേഹം എവിടെയോ എൻ്റെ സംസാരങ്ങൾ കേൾക്കുന്ന ഒരു ശ്രോതാവാണ്. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, വളരെ പ്രയാസകരമായ ഒരവസ്ഥ ഉണ്ട്. എന്താണ്? വിവാഹം കഴിച്ചിരിക്കുന്നു, പക്ഷെ വിവാഹ ജീവിതത്തിലെ ദാമ്പത്യ ബന്ധങ്ങൾ, ശാരീരിക ബന്ധങ്ങൾ വിജയപ്രദമാകുന്നില്ല എന്നാണ്. ഇപ്പോൾ ഞാൻ വെറുതെ അദ്ദേഹത്തോട് ചോദിച്ചു, ജീവിതത്തിൽ പഴയ കാലത്തൊക്കെ നല്ല സൂക്ഷ്മതയോടൊക്കെ തന്നെ ജീവിച്ചതാണ്. അദ്ദേഹം പെട്ടെന്ന് കണ്ണിൽ വെള്ളം നിറച്ച് പഴയ കാലങ്ങൾ പറയാൻ തുടങ്ങി. അദ്ദേഹത്തെ ഞാൻ പറയാൻ അനുവദിച്ചില്ല. കാരണം ഒരിക്കലും അവനവന്റെ രഹസ്യങ്ങളും തെറ്റുകളും പറയരുതെന്നാണല്ലോ യഥാർത്ഥത്തിൽ നമ്മളോട് കൽപ്പിക്കപ്പെടുന്നത്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് മുഴുവൻ തികച്ചും അവിഹിതവും വൈരുദ്ധ്യവുമായ, തികച്ചും വികലമായ ലൈംഗിക ജീവിതത്തെക്കുറിച്ചാണ് അയാൾ പറയാൻ ആരംഭിച്ചത്. സഹോദരങ്ങളെ, സന്തോഷകരമായ ഭൂമിയിലെ സ്വർഗമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ദാമ്പത്യ സുഖം അള്ളാഹു നമുക്ക് വെച്ചിട്ടുണ്ട്. അത് അനുഭവിക്കണോ? വിവാഹത്തിന് മുമ്പുള്ള ജീവിതവും
വിശുദ്ധമായിരിക്കണം. വിവാഹത്തിന് ശേഷവും കണ്ണുകളും കാതുകളും പാളിപ്പോകുന്നവർക്ക് ഒരുപക്ഷെ അത് അനുഭവിക്കാനാവില്ല. അള്ളാഹു സത്യത്തിലേക്കും ശരിയിലേക്കും സമാധാനത്തിലേക്കും വഴി കാണിക്കുന്നവനാണ്. എവിടെ കണ്ണുകൾ പാളിയൂ അവിടെ പ്രശ്നം ഉണ്ടാവും. ഒരു ചെറിയ ഉദാഹരണം കൂടെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഇവിടെ അടുത്ത ദിവസം എന്നോടൊരു സുഹൃത്ത് പറഞ്ഞു, ഒരു കുടുംബത്തിന്റെ കാര്യത്തിൽ ഒന്ന് സംസാരിക്കേണ്ടതുണ്ട്. എന്താണ് വിഷയം ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞത്, ഗൾഫിൽ നിന്നും വന്ന ഭർത്താവ് നാട്ടിൽ വന്നപ്പോൾ ഭാര്യയെക്കുറിച്ച് വളരെ മോശപ്പെട്ട അവസ്ഥകളാണ് കേൾക്കുന്നത്. സാഹചര്യ തെളിവുകൾ അതിന് യഥാർത്ഥത്തിൽ പിന്തുണ നൽകുന്നതുമാണ്. എന്നാൽ അതുപോരല്ലോ ഇത്തരം ഒരു കാര്യത്തിന്. എങ്കിലും ആ ദമ്പതികൾ മാറി ജീവിക്കാൻ. മൂത്ത കുട്ടിക്ക് 12 വയസ്സാണ്. 12 വയസ്സുള്ള കുട്ടിക്ക് മുമ്പിൽ ഇനി ചർച്ച ചെയ്യാനുള്ളത് എന്താണ് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ക്യാമ്പസിൽ കണ്ണുകൾ പാളിപ്പോകുന്ന സഹോദരിമാർ പലപ്പോഴും ജീവിതത്തിൽ ഒരു നല്ല ജീവിതം തിരഞ്ഞെടുക്കാൻ ഭാഗ്യം ലഭിക്കാത്തവരാണ്. സഹോദരങ്ങളെ, എത്ര ശക്തമായ സമ്മർദ്ദങ്ങൾ ഉണ്ടായാലും കണ്ണിന് മുമ്പിൽ പിശാച് എല്ലാ ആകർഷണീയ ഭാവത്തിൽ പ്രത്യക്ഷപ്പെട്ടാലും അള്ളാഹുവിൽ രക്ഷ തേടി നമ്മുടെ തള്ളവരലുകളിലേക്ക് നോക്കി അല്ലെങ്കിൽ ഭൂമിയിലേക്ക് നോക്കി അച്ചടക്കത്തോടെ ജീവിക്കാൻ സാധിക്കുന്നുവെങ്കിൽ അത് ഒരു ജിഹാദിന്റെ രംഗത്ത് ശത്രുവിന്റെ വാളുകൾ ദേഹത്ത് പതിക്കുന്നതിനേക്കാളും വേദനയും സഹനശേഷിയുമുള്ളവർക്ക് അത് സാധിക്കൂ. വമാ യുലഖാഹാ ഇല്ലല്ലദീന സബറൂ വമാ യുലഖാഹാ ഇല്ലാ ദൂ ഹദ്ദിൻ അലീം. നല്ല മനസ്സുകൊണ്ടുണ്ടാകുന്ന സ്വഭാവങ്ങൾക്കും ചിന്തകൾക്കും സഹനങ്ങൾക്കും 2 മലകൾക്കിടയിലൂടെ വരുന്ന വലിയൊരു ജലപ്രവാഹത്തെ അണകെട്ടി നിർത്താനാവും. മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ദേഹേച്ഛകളെ തടുത്തു നിർത്താൻ ഒരു ജിഹാദിനേക്കാളും കരുത്തു വേണം. അതുകൊണ്ട് പ്രതിജ്ഞ ചെയ്യുക സഹോദരങ്ങളെ. വിവാഹം ജീവിത വിശുദ്ധിക്ക് വേണ്ടതാണ്. വിവാഹത്തിന്റെ നാളുകളിലേക്ക് നമുക്ക് നടന്നു നീങ്ങാൻ കുറഞ്ഞ സമയമേ ഉള്ളൂ. അതുപോലെ ജീവിതത്തെ സൂക്ഷിച്ചാൽ തീർച്ചയായും നമ്മുടെ മനസ്സിന്റെ എല്ലാ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും യഥാർത്ഥത്തിൽ അനുവദനീയമായ ഒരു പരിഹാരം നമ്മുടെ മുമ്പിലുണ്ട്. യാ മഅ്ശറ ശബാബ് മനിസ്തതഅ മിൻകുമുൽ ബാഅത ഫൽയതസവ്വജ്. ഏ യുവ സമൂഹമേ, നിങ്ങൾക്ക് വിവാഹത്തിന്റെ സമയമെത്തിയാൽ നിങ്ങൾ വിവാഹം കഴിക്കുക. അതെന്തിനാണ്? അഗള്ളുലിൽ ബസർ, കണ്ണുകളെ താഴ്ത്താൻ, വഅഹ്സനുലിൽ ഫർദ്, മുഖ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കാൻ. ഒരല്പസമയം ഒരല്പകാലം കാത്തുനിന്നാൽ, ഒരല്പം സൂക്ഷിക്കാൻ മനസ്സിന് യഥാർത്ഥത്തിൽ ക്ഷമ കൊടുത്താൽ നമുക്ക് ജീവിതത്തെ വിശുദ്ധമാക്കാൻ പറ്റും. സഹോദരങ്ങളെ, നാം ചെയ്യുന്ന പാപങ്ങൾ സ്വർഗത്തെ നഷ്ടപ്പെടുത്തുക മാത്രമല്ല, വമ്പിച്ച ദുരന്തം ജീവിതത്തിലുണ്ടാകും. ഒന്നാമത്തെ കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, തെറ്റു ചെയ്യുന്നവരാണോ നമ്മൾ? സ്വകാര്യമായി നമ്മുടെ ഫോണിലും സ്വകാര്യമായി കോളേജിന്റെ പരിസരത്ത് എവിടെയെങ്കിലും നമ്മുടെ മനസ്സാക്ഷിക്ക് വിരുദ്ധമായി എന്തെങ്കിലും ഞാനോ നിങ്ങളോ ചെയ്യാറുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും മതിപ്പ് കുറഞ്ഞ വ്യക്തി നാം തന്നെ ആയിരിക്കും. നമുക്ക് നമ്മുടെ ഗുരുനാഥനോട് ബഹുമാനമുണ്ടാകും, ജ്യേഷ്ഠനോട് ബഹുമാനമുണ്ടാകും, സഹപാഠിയോട് ബഹുമാനം ഉണ്ടാകും. നമുക്ക് നമ്മളോട് മാത്രം ബഹുമാനം ഉണ്ടാവില്ല. നാം ഏറ്റവും അവമതിക്കുന്ന വ്യക്തി നമ്മളായിരിക്കും. നമുക്ക് നമ്മെക്കുറിച്ച് ആദരിക്കാൻ, നമ്മെക്കുറിച്ച് മാന്യമായി കാണാൻ കഴിയുന്നില്ലെങ്കിൽ ഈ ജീവിതത്തിന് എന്താർത്ഥം സഹോദരങ്ങളെ? ഒരർത്ഥമില്ല. അതുകൊണ്ട് നാം യഥാർത്ഥത്തിൽ മാന്യരാവണോ, നമ്മുടെ സ്വകാര്യ ജീവിതം നന്നാവണം. അപ്പോഴേ നമുക്ക് മാന്യത പ്രാപിക്കാൻ പറ്റും. ഏത് സ്വകാര്യ അന്തരീക്ഷത്തിലും നമുക്കത് പാലിക്കാൻ പറ്റണം എന്നാണ്. അതിനുള്ള ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇത്തരം ഒരു സംസാരത്തെ ശ്രദ്ധയോടുകൂടെ കേൾക്കുവാനുള്ള മനസ്സെങ്കിലും പാകപ്പെട്ടു വന്നത് നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഇത്തരം ഒരു സംസാരത്തെ ഒരിക്കലും പുച്ഛമായി കാണുന്ന മാനസികാവസ്ഥ പ്രാപിക്കുന്നവരും സമൂഹത്തിലുണ്ട്. അവരുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഈ ജീവിത വിശുദ്ധി നമുക്കും മറ്റുള്ളവർക്കിടയിലും മാന്യനായി ജീവിക്കാൻ, മരണസമയത്ത് സമാധാനത്തോടെ മരണത്തെ ഏറ്റുവാങ്ങാൻ, പരലോകത്തെക്കുറിച്ച് സമാധാനത്തോടെ സ്മരിക്കാൻ യഥാർത്ഥത്തിൽ വിശുദ്ധമായൊരു ജീവിതം നമുക്ക് ആവശ്യമാണ്. തിൽക്കദ്ദാറുൽ ആഖിറ, ആ പരലോക ഭവനം, ലില്ലദീന ലാ യുരീദൂന ഉലൂവൻ ഫിൽ അർദി വലാ ഫസാദ, ഭൂമിയിൽ ഔന്നിത്യം അഹങ്കാരമില്ലാത്തവർക്കാണ്. അഹങ്കാരമാണ് സഹോദരങ്ങളെ നമ്മുടെ പാപത്തിന്റെ വലിയൊരു പങ്ക്. ബസ്സിന്റെ ഡോർ തുറന്നുറങ്ങുമ്പോഴും കാറിന്റെ ഡോർ തുറന്നുറങ്ങുമ്പോഴും ഒരേ മുഖഭാവമല്ല നമുക്കുണ്ടാവുക. കാരണം ജീവിതത്തിന്റെ നിലവാരങ്ങൾ വ്യത്യാസപ്പെടുമ്പോൾ നമ്മുടെ സമീപന രീതിയിലും നടത്തത്തിലും നമ്മുടെ ശാരീരിക ചലനത്തിലുമെല്ലാം വ്യത്യാസങ്ങൾ വരും. പക്ഷെ യഥാർത്ഥത്തിൽ വിനീതമായ ഒരു മനസ്സിന്റെ ഉടമയാകുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ സത്യസന്ധമായും അച്ചടക്കത്തോടെയും ജീവിക്കാൻ പറ്റും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിലെ ഈ വിശുദ്ധി സമ്പൂർണമായ ജീവിതത്തിലേക്കുള്ള അർത്ഥപൂർണമായ പ്രയാണം യഥാർത്ഥത്തിൽ ശരിയായി നിലനിർത്താൻ എനിക്ക് 1-2 വാചകങ്ങളെ നിർദ്ദേശങ്ങൾ കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ. ഒന്ന്, ഒരു ദിവസം നിങ്ങൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു 10 വചനങ്ങളെങ്കിലും മിനിമം പാരായണം ചെയ്യും, കുറച്ച് നിർബന്ധമായി. അതുകൊണ്ട് കുറേ ഗുണങ്ങളുണ്ട്. ആ ഖുർആൻ എടുക്കാനുള്ള മാനസികാവസ്ഥ നിലനിർത്തലാണ് അതിൽ പ്രധാനം. വൃത്തികെട്ടൊരു ജീവിത സാഹചര്യത്തിൽ ജീവിക്കുന്നവന് വിശുദ്ധ ഖുർആൻ എടുക്കാനോ പാരായണം ചെയ്യാനോ കഴിയില്ല. നിങ്ങൾ നിർബന്ധമായും
നിങ്ങളുടെ പോക്കറ്റ് ഡയറിയിൽ ഒന്നാമത്തെ പേജിൽ നിങ്ങൾ സ്റ്റാർ ഇട്ട് എഴുതി വെക്കേണ്ട കാര്യമാണ്. ഒന്ന്, ഞാൻ ഖുർആൻ ഓതാത്തൊരു ദിവസം എനിക്കുണ്ടാവില്ല. അത് നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രയാണത്തെ വല്ലാതെ സ്വാധീനിക്കാൻ അതിന് ശക്തിയുണ്ട്. അത് അള്ളാഹുവിന്റെ നിർദ്ദേശമാണ്. നമ്മുടെ ഹൃദയങ്ങൾക്ക് സമാധാനവും ജീവിതത്തിന് വിശുദ്ധിയും പിശാചിൽ നിന്നുള്ള മുക്തിയും എല്ലാം നമുക്ക് നൽകും. അതുകൊണ്ട് പ്രോഫ്കോൺ നമ്മുടെ ജീവിതത്തിന്റെ ചരിത്രത്തിൽ പുതിയ ഒരു ജീവിതചര്യയെ തുന്നിച്ചേർക്കട്ടെ. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ചെറിയ പോക്കറ്റ് ഖുർആനിൽ നിന്നോ അല്ലെങ്കിൽ റൂമിലോ പള്ളിയിലോ ഒരല്പം ഖുർആനെന്ന് ഓതുന്നു നിങ്ങൾ തീരുമാനിക്കുക. ഒരു ദിവസത്തിൽ ഒരു നേരത്തെ നമസ്കാരമെങ്കിലും നിങ്ങൾ ജമാഅത്തായി നിർവഹിക്കണം. 5 നേരം വേണമെന്നാണ് പറയുന്നത്. അത് നിർബന്ധമാണ്. ഒരു നേരമെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും സമയം, സുബ്ഹി സാധിക്കാതെ വന്നാൽ ളുഹറിനെങ്കിലും, അതും സാധിക്കാതെ വന്നാൽ ഇശാക്കെങ്കിലും സമയത്തെങ്കിലും ഞാൻ പള്ളിയിലെത്തും, ഒരു വക്ത് ഞാൻ ജമാഅത്തായി നിർവഹിക്കും എന്ന് കണിശത വെച്ചാൽ ഒരു ദിവസത്തിൽ ആ ഒരു നന്മ കൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. തീർത്തും നാം വഴിമാറിപ്പോകാതിരിക്കാൻ അത് ഉപകരിക്കും. സഹോദരങ്ങൾ, അതുപോലെ തന്നെ ഇത്തരം അവസരങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒരു നല്ല ജുമാ ഖുതുബക്കെങ്കിലും അതല്ലെങ്കിൽ ഇത്തരം ക്ലാസ്സുകൾക്കെങ്കിലും ആഴ്ചയിൽ ഒരു അരമണിക്കൂർ പങ്കെടുക്കാനുള്ള ഒരു മനസ്സ് അല്പം പ്രയാസപ്പെട്ടിട്ടെങ്കിലും നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട്. അവസാനമായി എനിക്ക് നിർദ്ദേശിക്കാനുള്ളത്, സഹോദരങ്ങളെ, സാധ്യത ഏറെയാണ് നമ്മുടെ സാൽവേഷന് ശേഷം കേരളത്തിലെ പ്രബോധന രംഗത്ത് പുതിയ സാഹചര്യങ്ങൾ നമുക്ക് തെളിഞ്ഞു വന്നിരിക്കുന്നു. നിങ്ങൾക്ക് പലതും ചെയ്യാനുണ്ട്. പലപ്പോഴും പ്രബോധന രംഗത്ത് ഇന്നത്തെ ഏറ്റവും നല്ല സാഹചര്യം നമ്മുടെ സീഡികളാണ്. സീഡി കൊടുത്താൽ കമ്പ്യൂട്ടർ ഇല്ലാത്ത വ്യക്തികളില്ല. ഏതിലിട്ടാലും അല്ലെങ്കിൽ ഒരു VCD പ്ലെയർ, ഒരു DVD പ്ലെയറോ VCD പ്ലെയറോ വീട്ടിലില്ലാത്ത ആളുകളില്ല. നമുക്ക് നമ്മുടെ പണം കൊണ്ടെങ്കിലും 15 രൂപക്ക് CD വിൽക്കാവുന്ന ഒരു സംവിധാനം ഇപ്പോൾ ISM സംസ്ഥാന കമ്മിറ്റിയോട് ചേർന്നുകൊണ്ട് നമ്മൾ സംവിധാനിച്ചിട്ടുണ്ട്. നിങ്ങളത് വാങ്ങുക, കോപ്പി എടുക്കുക, ആളുകൾക്ക് കൊടുക്കുക. മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ CD ഉണ്ട്, മുസ്ലിങ്ങൾ കൊടുക്കാൻ പറ്റിയ CD ഉണ്ട്. നിങ്ങൾ ഏതൊരു സുഹൃത്തിൽ എന്ത് കുഴപ്പം കണ്ടാലും അവന് കൊണ്ടുപോയി കൊടുക്കാം. നമ്മുടെ മാതാപിതാക്കളുടെ അവരുടെ കുടുംബപരമായ ജീവിതത്തിൽ എന്തെങ്കിലും ചെറിയ തകരാറ് കണ്ടാൽ കുടുംബജീവിതത്തിന്റെ മുഖത്ത് നോക്കി പറയാതെ തന്നെ ഒരു CD കൊടുത്ത് പരിഹരിക്കാവുന്ന അവസ്ഥ ഇന്നുണ്ട്. ഈ CD വിപ്ലവം യഥാർത്ഥത്തിൽ കേരളത്തിൽ വിപ്ലവമായി മാറണമെന്നാണ്. കഴിഞ്ഞ മാസം ഞങ്ങൾ പരിശോധിക്കുമ്പോൾ ഏകദേശം 10,000-ൽ ചില്ലാനം CD ഒരു മാസം കൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മുടെ ഈ CD സംരംഭത്തിന് കഴിയുന്നു. നിങ്ങളെല്ലാവരും ഉത്സാഹിക്കുന്നുവെങ്കിൽ ക്യാമ്പസുകളിൽ മുഴുവൻ ഒരു കാട്ടുതീ പോലെ ഈ CD-യുടെ വിപ്ലവം നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും. നിങ്ങളുടെ അടുക്കൽ നിങ്ങൾക്ക് കൊടുക്കാൻ താല്പര്യമുള്ള സംതൃപ്തകരമായ ഒരു 10 CD എങ്കിലും ഇവിടെ നിന്ന് പോകുമ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യാം. അത് കോപ്പിയെടുത്ത് നിങ്ങൾക്ക് നിർലോഭമായി കൊടുക്കാം. ഒരുപക്ഷെ ഒരു CD കേൾക്കുന്നവന്റെ ഹൃദയത്തിൽ വരുന്ന പരിവർത്തനം എനിക്കും നിങ്ങൾക്കും സങ്കല്പിക്കാൻ കഴിയാത്ത അത്രയും വലുതാണ്. ഒരു സംഭവം കൂടെ അതിനു വേണ്ടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾക്ക് സമാപനം കൊടുക്കുന്നു. ഒരു സുഹൃത്ത് പള്ളിയിൽ ജുമഅക്ക് വന്നതിന് ശേഷം എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ ഉമ്മ നിങ്ങളെ കാണാൻ താല്പര്യപ്പെടുന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ എന്താണെന്നുള്ളതൊക്കെ ഞാൻ പോയി. ഒരു രോഗിയായി കിടക്കുന്ന ഒരു സ്ത്രീയിലേക്ക് ഒരു ദിവസം ജുമഅ കഴിഞ്ഞ് അടുത്ത വെള്ളിയാഴ്ച പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പോയി ചെന്നപ്പോൾ അവിടെ അവരുടെ ചരിത്രം, അവരുടെ അവസ്ഥ ഞാൻ കേട്ടു. എന്താ നിങ്ങൾ, രോഗിയായി അവശയായി അവർ കടന്നപ്പോൾ തൽക്കാലം ഉമ്മക്ക് ഇനി എന്തൊരു സമാധാനം എന്ന നിലക്ക് ഗൾഫിൽ നിന്ന് വന്ന സുഹൃത്ത് ഒരു CD കൊടുത്തു. ആ CD ഉമ്മ കേട്ടു. ഉമ്മ ആ CD കേട്ടതിന് ശേഷം ജീവിതത്തിൽ ഭയങ്കര രോഗരംഗത്തൊക്കെ ഭയങ്കര മാറ്റമുണ്ടായി. എഴുന്നേറ്റിരിക്കാനും സംസാരിക്കാനും സന്തോഷത്തോടെ എല്ലാ കാര്യങ്ങളും ഇടപെടാനും തുടങ്ങി. പിന്നെ CD-കൾ നിരന്തരമായി ലഭിച്ചപ്പോൾ യഥാർത്ഥത്തിൽ മുമ്പൊരു കാലത്തും അനുഭവിക്കാത്ത സുഖം ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചു എന്നാണ് ലക്ഷ്യബോധത്തിലെത്തിയ ആ സഹോദരി പറയുന്നത്. മരിക്കുന്നത് വരെയും വളരെ സന്തോഷത്തിലാണ് അവർ ജീവിച്ചത്. ഒരു അവസാന ജീവിത നിമിഷങ്ങളിൽ രോഗിയായി കിടക്കുന്ന ഒരു വൃദ്ധയിൽ പോലും ഒരു CD മാറ്റങ്ങൾ സൃഷ്ടിച്ചുവെങ്കിൽ സഹോദരങ്ങൾ, എനിക്കും കൂടി പറയാനുള്ളത്, നമുക്ക് ക്യാമ്പസുകളിൽ വിപ്ലവം ഉണ്ടാക്കാൻ പറ്റും. ഇത് നമുക്ക് മാത്രം അവകാശപ്പെട്ടതാണ്, നമുക്ക് മാത്രം പ്രയോജനപ്പെടുത്താവുന്ന ഒന്നാണ്. ഈ പ്രബോധന രംഗത്ത് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ആ CD കിട്ടുന്നവർ നമ്മെ മതിപ്പോടുകൂടെ കാണും. അവിടെ മതിപ്പിനനുസരിച്ച് നമുക്ക് യഥാർത്ഥത്തിൽ ജീവിക്കാനും കൂടെ സാധ്യമായാൽ ഈ വിശുദ്ധി നിലനിർത്താൻ കഴിയും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഇനി ഞാൻ പറയേണ്ടതില്ല. ഞാൻ പറയാതെ തന്നെ നിങ്ങൾ ചെയ്യുന്ന അപരാധങ്ങളെ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഓർമ്മ വന്നിട്ടുണ്ടാകും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നന്മയുടെ പുതിയ പുറങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വന്നിട്ടുണ്ടാകും. അതിലെല്ലാം ഒരു തീരുമാനമെടുക്കുക മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. സഹോദരങ്ങളെ, ഈ അവസ്ഥയിൽ സങ്കീർണമായ ശാരീരികാവസ്ഥയെ നമുക്ക് സൃഷ്ടിച്ചു തന്നവൻ നമ്മുടെ നട്ടെല്ലിൻ്റെ അവസാനത്തെ ഒരസ്ഥയിൽ നിന്നും നമുക്ക് രണ്ടാമത് രൂപം നൽകുമ്പോൾ, ജീവൻ നൽകുമ്പോൾ, ആത്മാവ് നൽകുമ്പോൾ, നാം പുതിയൊരു അവസ്ഥക്ക് വേണ്ടി വൈദൽ ജഹീമു സുഇറത്, നരകം കത്തിജ്വലിക്കുമ്പോൾ, വഇദൽ ജന്നത്തു ഉസ്ലിഫത്, സ്വർഗം നമ്മളെ കൊതിപ്പിക്കും വിധം അടുക്കലേക്ക് നടന്നു വരുമ്പോൾ, അലിമത്ത് നഫ്സും മാ അഹ്ലറത്, നാം ഓരോരുത്തരും ചെയ്ത കാര്യം നമ്മുടെ മുമ്പിൽ ഓർമ്മ വരും, ആസന്നമാകും.
അവിടെ സമ്പൂർണതയുടെ സമ്പൂർണമായ സ്വർഗത്തിലെത്താൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സംഗമം, ഈ കൂടിച്ചേരൽ നമ്മുടെ ജീവിതത്തിൻ്റെ വഴിതിരിക്കുന്ന, വിശുദ്ധിയിലേക്ക് നമ്മെ എത്തിക്കുന്ന ഒരു മഹത്തായ പരിവർത്തനത്തിൻ്റെ ഒരു സംഭവമായി അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ മാറ്റുമാറാവട്ടെ. കഴിഞ്ഞ പാപങ്ങളെയും അപരാധങ്ങളെയും നമ്മുടെ റെക്കോർഡുകളിൽ നിന്നും അള്ളാഹു മായ്ച്ചു തരുമാറാവട്ടെ. സമാധാനകരമായൊരു ജീവിതവും സമാധാനകരമായൊരു മരണവും സമാധാനത്തിൻ്റെ സമ്പൂർണ്ണ ലോകത്തെ കൈവരിച്ചുകൊണ്ട് സ്വർഗത്തിലെത്തി വിജയം വരിക്കുവാനും അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ.